റിപ്പീറ്റഡ് മിസ്കാരേജസ് സംഭവിക്കുമ്പോൾ അതിൻ്റെ റീസൺസ് പലരും അന്വേഷിച്ച് പോകാറില്ല. മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെജോറിറ്റിയും ആണുങ്ങളുടെ ഇഷ്യൂസ് കൊണ്ടും അബോർഷൻസ് നടക്കാം. അതിൽ വരുന്ന ഒരു മെയിൻ കാരണമാണ് DNA ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ സ്പേമിൻ്റെ DNA എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും, പക്ഷെ ചില ആൾക്കാരുടെ DNA എന്ന് പറയുന്നത് എന്താ പറയുക സ്കാറ്റേർഡ് ആയിരിക്കും, അല്ലെങ്കിൽ പൊട്ടിയിട്ടുണ്ടാവും, ബ്രേക്ക് ആയിട്ടുണ്ടാവും. അതിന് പല റീസൺസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് സ്മോക്കിംഗ് ഹാബിറ്റ് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ എന്തെങ്കിലും ടോക്സിൻസ് കൂടുതലായിട്ട് ബോഡിയിലുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ് ഡിഫൻസ് ഉള്ള ആൾക്കാർ, ഇതും അല്ലെങ്കിൽ സ്പേം അനാലിസിസിൽ തന്നെ ഇൻഫെക്ഷൻസ് കാണാം. അങ്ങനെ ഇൻഫെക്ഷൻസ് ഉള്ള ആൾക്കാർ, പോർ സ്ലീപ്പ് ഉള്ള ആൾക്കാർ, ഇവർക്കൊക്കെയും അതുപോലെ തന്നെ ചൂട് കൂടുതലുള്ള സാഹചര്യത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇവർക്കൊക്കെയും DNA ഫ്രാഗ്മെന്റേഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നിങ്ങൾ അബോർഷൻ സംഭവിക്കുമ്പോൾ ലേഡീസിന്റെ ചെക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ അതിലൊന്നും ഇല്ല എങ്കിൽ നിർബന്ധമായിട്ടും ഹസ്ബൻഡിന്റെ DNA ഫ്രാഗ്മെന്റേഷൻ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അങ്ങനെയുള്ള ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും DNA ഫ്രാഗ്മെന്റേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. റിപ്പീറ്റഡ് മിസ്കാരേജസ് സംഭവിക്കുമ്പോൾ അതിൻ്റെ റീസൺസ് പലരും അന്വേഷിച്ച് പോകാറില്ല. മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെജോറിറ്റിയും ആണുങ്ങളുടെ ഇഷ്യൂസ് കൊണ്ടും അബോർഷൻസ് നടക്കാം. അതിൽ വരുന്ന ഒരു മെയിൻ കാരണമാണ് DNA ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ സ്പേമിൻ്റെ DNA എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും, പക്ഷെ ചില ആൾക്കാരുടെ DNA എന്ന് പറയുന്നത് എന്താ പറയുക സ്കാറ്റേർഡ് ആയിരിക്കും, അല്ലെങ്കിൽ പൊട്ടിയിട്ടുണ്ടാവും, ബ്രേക്ക് ആയിട്ടുണ്ടാവും. അതിന് പല റീസൺസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് സ്മോക്കിംഗ് ഹാബിറ്റ് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ എന്തെങ്കിലും ടോക്സിൻസ് കൂടുതലായിട്ട് ബോഡിയിലുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ് ഡിഫൻസ് ഉള്ള ആൾക്കാർ, ഇതും അല്ലെങ്കിൽ സ്പേം അനാലിസിസിൽ തന്നെ ഇൻഫെക്ഷൻസ് കാണാം. അങ്ങനെ ഇൻഫെക്ഷൻസ് ഉള്ള ആൾക്കാർ, പോർ സ്ലീപ്പ് ഉള്ള ആൾക്കാർ, ഇവർക്കൊക്കെയും അതുപോലെ തന്നെ ചൂട് കൂടുതലുള്ള സാഹചര്യത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇവർക്കൊക്കെയും DNA ഫ്രാഗ്മെന്റേഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നിങ്ങൾ അബോർഷൻ സംഭവിക്കുമ്പോൾ ലേഡീസിന്റെ ചെക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ അതിലൊന്നും ഇല്ല എങ്കിൽ നിർബന്ധമായിട്ടും ഹസ്ബൻഡിന്റെ DNA ഫ്രാഗ്മെന്റേഷൻ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അങ്ങനെയുള്ള ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും DNA ഫ്രാഗ്മെന്റേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്.